ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മ, അമ്മമാരുടെ ജപമാല കൂട്ടായ്മ 26 വർഷം പിന്നിട്ടു. അതിൻ്റെ ഒരു നന്ദി പറച്ചിലായിട്ട് ഫെബ്രുവരി 24-ാം തീയതി ഞങ്ങൾ അത് ആഘോഷിക്കുകയായിരുന്നു. വേറെ ഒരു ആഘോഷവും ഇല്ല. 26 വർഷവും ഒരു ചൊവ്വാഴ്ച പോലും മുടങ്ങാതെ ജപമാല ചൊല്ലാനുള്ള വലിയ കൃപ പരിശുദ്ധ അമ്മ തന്നു. അമ്മയാണ് ഈ കൂട്ടായ്മ നടത്തിക്കൊണ്ട് പോകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 26 വർഷം മുൻപ് ഞങ്ങളുടെ ഇടവകയിലെ വികാരിയച്ഛൻ ഓരോ യൂണിറ്റുകളിലേക്കും കൊടുത്തയച്ച മാതാവാണ് നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഫാത്തിമ മാതാവ്. ബാക്കി എല്ലാവരും അത് തിരിച്ചു കൊടുത്തു. നമ്മുടെ വീട്ടിലത് വെച്ച് പ്രാർത്ഥിച്ചു. വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട്, ജോലിക്ക് പോകാത്ത ഒരാളായതുകൊണ്ട് എനിക്കത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ദൈവം കരുണ കാണിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. ആ കൂട്ടായ്മയാണ് ഇന്നും നിലനിൽക്കുന്ന ഞങ്ങളുടെ ജപമാല കൂട്ടായ്മ. അമ്മമാർ, ജോലിയില്ലാത്ത അമ്മമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അന്യമതസ്ഥർ പോലും ഇവിടെ വന്ന് മാതാവിന് മാലയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രസകരമായ കാഴ്ച നമുക്കിവിടെ കാണാം. എല്ലാം സുഭാഷിതം 16:1 പറയുന്നത് പോലെ കർത്താവ് പദ്ധതികൾ വിഭാവനം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുക, അന്തിമ തീരുമാനം കർത്താവിൻ്റെയാണ്. കർത്താവിൻ്റെ അന്തിമ തീരുമാനം ഇതായിരുന്നു. ഇപ്പോൾ ഈശോ പറഞ്ഞു, ഇത് പാപപരിഹാര കൂട്ടായ്മയായിട്ട് മാറണം, ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഭൗതികമായ നിയോഗങ്ങളെല്ലാം നമ്മൾ മാറ്റി, പിന്നെ ആത്മീയമായ നിയോഗങ്ങൾ മാത്രം, വൈദികർക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരം, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി, പിന്നെ നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരം. അതാണ് ഇവിടെ തന്ന സന്ദേശം. അന്നു മുതൽ പാപപരിഹാരമായിട്ടാണ് നമ്മൾ ഒത്തുകൂടുന്നത്. എന്നാൽ ഞാൻ അന്ന് ചോദിച്ചു ഈശോയോട്, ഇവിടെ വരുന്നവരുടെ ഭൗതികമായ നിയോഗങ്ങൾ ആര് സാധിച്ചു കൊടുക്കും? അപ്പോഴാണ് ഈശോ പറഞ്ഞത്, കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ കയ്യിൽ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കൊടുക്കട്ടെ, എന്നോടൊരു മധ്യസ്ഥയാവണ്ട എന്നാണ് പറഞ്ഞത്. അനേകം അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഈ കൂട്ടായ്മ വഴി നൽകിയിട്ടുണ്ട്. അതിലേറ്റവും വലിയ സാക്ഷിയാണ് ഞാൻ തന്നെ. ഡെഡ് ബോഡി വരുന്നത് കാത്തിരുന്ന എൻ്റെ ഇടവകക്കാർക്ക് ജീവൻ തിരിച്ചു കിട്ടി ഞാൻ ഇന്നും നിൽക്കുന്നു. എത്ര നാളുണ്ട് എന്നറിയില്ല, എങ്കിലും ഇത്രത്തോളം ദൈവം നടത്തിയതിന് നന്ദി പറയാനായിട്ടാണ് ഈ ദിവസം ഞങ്ങൾ ഉപയോഗിച്ചത്. ഒരുപാട് ആളുകൾക്ക് വലിയ വലിയ കാര്യങ്ങൾ നടത്തിക്കൊടുത്ത് അമ്മ കൈപ്പിടിച്ച് നടത്തുന്ന അനുഭവം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് നന്ദിക്ക് മാത്രമായിട്ട് ഈ ദിവസം മാറ്റി വെച്ചത്. 26 വർഷം മുൻപ് ഒരു ഫെബ്രുവരി 9-ാം തീയതി ആയിരുന്നു അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ റോഡ് പണി കിടക്കുന്നത് കാരണം ഞങ്ങൾക്ക് 9-ാം തീയതിക്ക് ശേഷമുള്ള ഒരു ചൊവ്വാഴ്ച ഇത് നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് 24-ാം തീയതിയാണ് നടത്തിയത്. പരിശുദ്ധ അമ്മ ഇവിടെ പൂക്കളെ കൊണ്ടുള്ള വലിയ അത്ഭുതം പലപ്പോഴും നടത്തിയിട്ടുണ്ട്. അത്ഭുതം എന്ന് പറഞ്ഞാൽ, അമ്മ റോസാ മിസ്റ്റിക്ക മാതാവിന് 3 കളറുള്ളൊരു പൂവ് വയ്ക്കണം. ചുവപ്പ്, മഞ്ഞ, വെള്ള. അങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളയും മഞ്ഞയും കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം, ചുമപ്പ് മാത്രം കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് ഒരു സഹോദരി വന്നു, കയ്യിലൊരു ചുമന്ന നല്ല റോസാപ്പൂവ്. ഞാൻ ചോദിച്ചു, എന്താ ഈ റോസാപ്പൂവ് ഇങ്ങനെ? അപ്പോൾ പറഞ്ഞു, പൂക്കടക്കാരൻ ഫ്രീ ആയിട്ട് തന്നതാണ്, അത് ഹൈന്ദവനാണ്, നിങ്ങളുടെ മാതാവിന് കൊണ്ടുവച്ചോളാൻ പറഞ്ഞ്. പ്രിയ സഹോദരങ്ങളെ, അവിടെ ഇരിക്കുന്നവരെല്ലാം ഞെട്ടിപ്പോയി. കാരണം നമുക്ക് ചുമന്ന റോസാപ്പൂ കിട്ടിയില്ലല്ലോ മാതാവിന് പ്രതീകം വയ്ക്കാൻ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ പൂവുമായിട്ട് ഈ സഹോദരി വരുന്നത്. ഇത് ഒരു ചെറിയ അനുഭവം, ഒരുപാട് അനുഭവങ്ങൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിൻ്റെ അടയാളമായിട്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഉണ്ട്. 26-ാമത്തെ വാർഷികം, അതും കാരണം തന്നെ നന്ദിയുടെ പൂച്ചെണ്ടുകൾ. നന്ദി മാത്രമേ ഉള്ളൂ ഈശോയോടും പരിശുദ്ധ അമ്മയോടും. നിങ്ങൾ ഈ കാണുന്ന കേക്ക് അന്ന് ക്രിസ്തുമസിന് അത്ഭുതകരമായിട്ടൊരു കേക്ക് കൂടുതലുണ്ടാക്കി കൊടുത്തല്ലോ ഒരു സഹോദരിക്ക്. ആ സഹോദരി തന്നെയാണ് ഇതും ഉണ്ടാക്കിയിരിക്കുന്നത്.
സൂപ്പറായിട്ട് ഓരോ മാതാവിൻ്റെ പെരുന്നാളുകൾക്കും അതാത് മാതാവിൻ്റെ പ്രതീകങ്ങൾ വെച്ച് രസകരമായിട്ട് കഴിക്കാനും കുറേയധികം ക്രീമൊന്നും ഇടാതെ സിമ്പിളായിട്ട് കേക്ക് ഉണ്ടാക്കുന്നൊരു സഹോദരിയാണ് ഈ കേക്കും ഉണ്ടാക്കി തന്നത്. അമ്മ മാതാവ് പുഷ്പങ്ങളുടെ റാണി എന്ന് ഞങ്ങൾ പറയും. അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് റോസാപ്പുഷ്പങ്ങളും മുല്ലപ്പൂവും ഒക്കെ ഇഷ്ടമാണല്ലോ. നമുക്കറിയാം ഈ പുഷ്പങ്ങളുമായിട്ട് അമ്മ വളരെയധികം ബന്ധം ഉണ്ട്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അമ്മേനെ അലങ്കരിക്കാൻ വലിയ ഇഷ്ടമാണ്. ഇവരൊക്കെയാണ് അമ്മേനെ അലങ്കരിക്കാൻ തലേ ദിവസം തന്നെ പൊടി തട്ടി അമ്മേനെ വൃത്തിയാക്കി, എനിക്ക് വയ്യാത്തത് കൊണ്ട് ഇവരൊക്കെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണയും പുഷ്പങ്ങളുടെ ഒരു അത്ഭുതകരമായ തിരിച്ചറിവ് അമ്മ തരാറുണ്ട്. ഈ വർഷം അതുപോലെ തന്നെയാണ്. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് അമ്മയെ ഭംഗി പിടിപ്പിച്ച് ഷീല എന്ന് പറയുന്ന മകൾ ഡെക്കറേഷൻ ചെയ്യും. അതിനൊപ്പം തന്നെ ഈ ഇരിക്കുന്നവരും എല്ലാവരും കൂടി ആണ് ഡെക്കറേഷൻ ചെയ്യുക. ഞാനിങ്ങനെ നോക്കിയിരിക്കാനുള്ള ആരോഗ്യമുള്ളൂ. പക്ഷേ ഐഡിയാസൊക്കെ ഞങ്ങളെല്ലാവരും കൂടിയാണ് പങ്കുവെച്ചത് റെഡിയാക്കുക. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുഞ്ഞു കുഞ്ഞു റോസപ്പുഷ്പങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെവിടെ ഫിറ്റ് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഈ കാണുന്ന വെള്ള തുണി അങ്ങനെ വിരിച്ചിട്ട് ഇവരെല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ റോസാപ്പുഷ്പങ്ങൾ എവിടെ വയ്ക്കും? ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും നമുക്ക് നോക്കാം, പരിശുദ്ധ അമ്മ നമ്മളോട് പറയും. അങ്ങനെ അന്ന് രാത്രി റോസാപ്പുഷ്പങ്ങളുമായിട്ടിരിക്കുമ്പോൾ പ്രിയ കൂട്ടുകാരെ, എൻ്റെ അമ്മ ആ സമയത്ത് പരിശുദ്ധ അമ്മ പറയുകയാണ്, മോളെ നീ ഈ വാർഷികത്തിന് വേണ്ടി നിങ്ങളൊക്കെ ഒരുക്കി കൂട്ടിയ ജപമാലകളില്ലേ, ആ ജപമാലകളായിട്ടാണ് ഈ റോസാപ്പുഷ്പങ്ങളെ ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അലങ്കാരം ഇവിടെ വേണം. അതായത് ഈ റോസാപ്പുഷ്പങ്ങളുടെ ആവശ്യം വരുന്നില്ല, അല്ലാതെ തന്നെ പൂക്കളുണ്ട്. എങ്കിലും ഒരു 1/2 കിലോ വാങ്ങി വെച്ചതാണ്. ഇവിടെ വന്നപ്പോൾ അമ്മ പറയാണ്, നിനക്കറിയോ നീ വെക്കുന്ന ഞാൻ രാത്രി 12 മണി 1 മണിയോട് കൂടിയാണ് അതിങ്ങനെ പിൻ ചെയ്ത് തുന്നിച്ചേർക്കുമ്പോൾ അമ്മ പറയാണ്, നിങ്ങൾ ചൊല്ലിക്കൂട്ടിയ ഓരോ ജപമാലകളാണ് നീ ഇപ്പോൾ തുന്നിച്ചേർത്ത് എനിക്ക് കാഴ്ച സമർപ്പിക്കുന്നത് എന്ന്. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി ഞാൻ തിരുകരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ
രക്തത്താൽ കഴുകണമേ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖമെന്നും സ്വസ്തി അതരങ്ങളാൽ ലഭിക്കുന്നു. അമ്മേ എന്റെ ആശ്രയമേ, എന്റെ അമ്മേ ആശ്രയമേ, അമ്മേ എന്റെ ആശ്രയമേ, എന്റെ അമ്മേ ആശ്രയമേ. ജപമാല കൈകളിലേന്തി അണിചേർന്നു ഞങ്ങൾ വരുന്നു. ഇത് ഞങ്ങളുടെ ഇടവക പള്ളി വികാരി അച്ഛനാണ് കേട്ടോ, ജോൺസൺ ചിറ്റിലപ്പള്ളി അച്ഛൻ. അച്ഛനേറെ തിരക്കുകളുള്ളൊരു ആളാണെങ്കിലും ഈ ചെറിയ കൂട്ടായ്മയുടെ കേക്ക് മുറിക്കാൻ വേണ്ടി അച്ഛനോടി വന്നതാണ്. അച്ഛൻ കുറേ ബുക്കുകളൊക്കെ തെറ്റിത്തിരുത്തുന്നതും അങ്ങനെയുള്ള കുറേ വർക്കുകളുണ്ട് അച്ഛന്. അച്ഛൻ വന്ന് കേക്ക് മുറിച്ച് ഞങ്ങൾക്ക് 5 മിനിറ്റ് മാതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞ് പോകാം എന്ന് പറഞ്ഞു. സ്തുതി പാടിടും യേശുനാഥ, എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കിടും കൃപാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയൊരു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയൊരു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനും അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനും അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
സവിശേഷതയുണ്ട്. മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് വചനത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന മറ്റ് സഭകളെക്കാൾ എല്ലാം പ്രാധാന്യം നമ്മൾ സിറോമല സഭ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, നമ്മുടെ വചന ശുശ്രൂഷയല്ല, അത് വചന ഉത്സവമാണത് നമ്മുടെ നടക്കുന്നത്. അങ്ങനെ വേണം നമ്മൾ വചന ശുശ്രൂഷ കാണാനായിട്ട്. അതൊക്കെ വായിക്കുമ്പോൾ മാതാവിനെ കുറിച്ച് കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് പറയാമോ, മാതാവും വചനവുമായിട്ടുള്ള ബന്ധത്തില് മാതാവിനെ പറ്റി പറയും, മാതാവ് എന്നൊക്കെ പറയും. അപ്പൊ വചനവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ മാതാവ് വചനത്തിന്റെ ഏത് ഗുണമാണ് നമുക്ക് നൽകിയത് എന്ന് ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾ വർത്താനം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു ചോദ്യം. നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ആളുകൾക്ക് ഇഷ്ടമില്ല എന്ന് കേൾക്കുക. അവർക്കുള്ളതാണ്. മാതാവ് പെണ്ണെന്ന നിലയിൽ വചനത്തിന്റെ ശ്രൈണ ഗുണമാണ് അവതരിപ്പിക്കുന്നത്, അല്ലേ? പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ശ്രൈണം. വചനത്തിന്റെ ശ്രൈണ സ്വഭാവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അമ്മയാണ്. എന്തൊരു നല്ല കാര്യം അത്! ഹൃദയത്തിൽ മനനം ചെയ്യാൻ, ഈശോയെ ധ്യാനിക്കാൻ, ഈശോയുടെ അടുത്ത ബന്ധമുണ്ടാകാൻ. അതാണ് പരിശുദ്ധ പിതാക്കന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ഏറ്റവും അവസാനം എന്തെഴുതിയാലും പിതാക്കന്മാര് നമ്മുടെ പ്രത്യേകിച്ചും ജോൺ പോള് ഏറ്റവും അവസാനം പറയുന്നത് മാതാവിനെ കുറിച്ചാണ്. അങ്ങനെ മാതാവിനെ കാണുന്നത് നല്ലതാണ്. ഈ ദിവസം നമ്മള് വെറുതെ ഞാനൊരു കേക്ക് തിന്ന് പോകും. ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കണേ അമ്മേ, ഈ വീട്ടിൽ വന്നിടണേ. ഇനിയുള്ള ജീവിത കാലമെല്ലാം ഞങ്ങൾക്കു വഴികാട്ടിയാകേണമേ. ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കണേ. ശോകങ്ങളേറും ഞങ്ങൾ തൻ ജീവിതം പാപത്തിൽ നിന്നും വിടുതൽ നേടാൻ ജീവസംപ്രീതിയിൽ മക്കൾ വളർന്നിടുവാൻ അമ്മേ ഭവനത്തിൽ വസിക്കേണമേ. അമ്മേ, ഈ വീട്ടിൽ വന്നിടണേ. ഇനിയുള്ള ജീവിത കാലമെല്ലാം ഞങ്ങൾക്കു വഴികാട്ടിയാകേണമേ. ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കണേ. ധ്യാനിക്കാം. കഥനങ്ങളെല്ലാം ചേർത്തു വെപ്പോ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. സഹനത്തിനഗ്നിയിൽ നീറിടുമ്പോൾ സർവം തകർന്നുള്ളം നൊന്തിടുമ്പോൾ സർവേശപാദങ്ങളിൽ ജീവിതം സമ്പൂർണമായമ്മ നൽകിയല്ലോ. ജപമാല നെഞ്ചോടു ചേർത്തുമെല്ലേ തിരുനാമ മന്ത്രങ്ങൾ ഉരുവിട്ടു ഞാൻ. മരിയാമ്പികേ, തവ നെഞ്ചിലെൻ കഥനങ്ങളെല്ലാം ചേർത്തു വെപ്പോ. ആവേ 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 മരിയ, ആവേ
ജപമാലയിൽ സ്ഥിരം വരാറുള്ള ജിജി എന്ന് പറയുന്നൊരു മകന് പ്രമേഹം അധികമായിട്ട് പിന്നീട് ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വരികയാണ്. അദ്ദേഹത്തോട് പരിശുദ്ധ അമ്മ പറഞ്ഞു എന്നാണ് പറയുന്നത്, കരുണയുടെ ജപമാല ഉണ്ടാക്കി കൂട്ടായ്മയിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ. ഇന്നലെ വയ്യാത്തോടത്ത് അദ്ദേഹം വന്ന് ഈ കരുണയുടെ ജപമാല ഇവിടെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി തന്ന് ഏൽപ്പിച്ചതാണ്. ആ കൊന്തയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കരുണക്കൊന്ത നമ്മൾ വേറൊരു രീതിയിലാണല്ലോ ചെല്ലുക, സാധാരണ ജപമാല പോലെയല്ലല്ലോ. അതുപോലെ മണികൾ കോർത്ത് കരുണക്കൊന്ത കെട്ടി കൊണ്ടുവന്നിരിക്കുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ജിജി എന്ന് പറയുന്ന സഹോദരനെ നമ്മളെല്ലാവരും കൂടി സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടാൻ പരിശുദ്ധ അമ്മ ശക്തമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. മാത്യൂസ് ബ്രദർ പുനർജീവൻ്റെ നടത്തിപ്പ് കൊണ്ടുപോകുന്ന മാത്യൂസ് ബ്രദർ തളർന്ന മക്കൾ, അംഗവൈകല്യമുള്ളവരെയൊക്കെ എടുത്തുയർത്തി ചുമരിൻ്റെ 4 ഇരുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു ചെറിയ ശ്രമം നടത്തുന്ന ഒരു മനുഷ്യൻ. ഉപവാസവും പ്രാർത്ഥനയും ഒക്കെയായി ചാക്ക് വസ്ത്രധാരിയെ പല സ്ഥലത്തും കാണാം. ബ്രദർ ഇങ്ങനെ പോകുന്ന വഴിക്കൂടെ കയറി എന്നേ ഉള്ളൂ. പരിശുദ്ധ അമ്മയുടെ ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെടുന്ന അനേകം മക്കൾ ഇതുപോലെ വന്ന് അമ്മയുടെ 26ാമത്തെ വാർഷിക ദിനം ആഘോഷിക്കാൻ വന്നു എന്നുള്ളത് വലിയ സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക്. കുറേ മക്കൾക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണമെന്നും അതെല്ലാവരുടെ മുമ്പിൽ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ സഹോദരിയുടെ മകൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ മാറ്റമാണ് ഇവർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കാരണം ഇവിടെ വന്ന് ഭൗതിക നിയോഗങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഇതെൻ്റെ ഒരു വകുപ്പല്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈ ലൗകികമായ കാര്യങ്ങൾക്കൊന്നും ഇവിടെ മാധ്യസ്ഥം വഹിക്കൽ ഇല്ല, നിങ്ങൾ നേരിട്ട് തന്നെ മാതാവിനോട് പറഞ്ഞോളാനാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയും. അതാണ് ആ സഹോദരി പറയുന്നത്. ആരസിച്ച് പറയുമല്ലോ ഇവിടെ മധ്യസ്ഥമില്ല എന്ന്. ഞാൻ പറഞ്ഞു 2021 വരെ നമ്മൾ മധ്യസ്ഥം വഹിച്ചിരുന്നു. 21 മെയ്യിൽ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെയും പ്രത്യേക മെസ്സേജ് കിട്ടി. ഇനി അവസാന കാലത്ത് ഇനിയും ഓരോന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാതെ പരിഹാരം ചെയ്യുക. അവരവർ ചെയ്ത പാപത്തിന്, കുടുംബവൃക്ഷം ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ പറഞ്ഞ്. അതുകൊണ്ട് ഞാനത് അവരോട് പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ സഹോദരി പറയുന്നത് ആരസിച്ച് പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് കെട്ടിയിട്ട് പ്രാർത്ഥിച്ചു, കുരുക്കിട്ട് പ്രാർത്ഥിച്ചു എന്ന്. +2 കഴിഞ്ഞിട്ട് പഠിക്കാൻ കുറച്ച് താല്പര്യക്കുറവുണ്ട്. അപ്പോൾ ആൾക്ക് ഫിറ്റ്നസ് ട്രെയിനർ ആവണമെന്ന് പറഞ്ഞിട്ട് ആ ട്രെയിനിങ് കഴിഞ്ഞു. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അതിനൊന്നും അവൻ ജോലിക്ക് പോയില്ല. പിന്നെ ജോലിക്ക് പോകണ പരിപാടിയില്ല മുപ്പത്. വീട്ടിൽ കടുപ്പ്, നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ജോലിക്ക് പോയാലും അവിടെ സ്ഥിരമായിട്ട് നിൽക്കില്ല. പിന്നെ വലിയ കാര്യങ്ങളിൽ ഭയങ്കര തടസ്സങ്ങളുണ്ട്. നമ്മൾ ഓടി നടച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് പിന്നെ അത്ര കണ്ടൊരു തീഷ്ണതയില്ല. നമ്മളങ്ങനെ വന്നിട്ട് അവസാനം ഞാൻ ഇവിടെ വന്ന് പെട്ടു. ഇവിടെ വന്ന് പെട്ടപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെ കുരുക്കഴിക്കണ മാതാവിൻ്റെ പ്രാർത്ഥനകളും അങ്ങനെ പറഞ്ഞു തന്നു. ഞാനപ്പോൾ അത് ഇവിടെ കുരുക്കിട്ട് പോയി. ആളുടെ അങ്ങനെ ആരാധനയിലിരിക്കുക. അപ്പോൾ ശരി എനിക്കും തോന്നി, ദൈവത്തിൻ്റെ മുന്നിൽ ഇരിക്കാൻ നമുക്ക് നേരമില്ല. നമ്മൾ ധ്യാനത്തിന് കേൾക്കാനും അതിനൊക്കെ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സമയം കണ്ടെത്തി ഒരു 41 മണിക്കൂർ തന്നെ പുത്തമ്പള്ളിയിലായിട്ട് ഞാൻ കമലയിലുണ്ട്, അവിടെ ഇരിക്കും. അങ്ങനെ ഓരോ മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ ഇരുന്ന് കുറച്ച് ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് 40ാമത്തെ മണിക്കൂർ ആരാധന കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ എനിക്ക് ബാംഗ്ലൂർ ഒരു PhDയുടെ ചേച്ചിയുടെ മോള് PhD എടുത്തപ്പോൾ അതിൻ്റെ ഒരു പരിപാടിക്ക് പോയി. അപ്പോൾ എന്നോട് പോകാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഒരു ജോലി ഉണ്ടോയെന്ന് നോക്കുക അവിടെ. എനിക്ക് അവിടെ ജോലി എടുത്തിട്ടെടുക്കല്ലേ, പഠിപ്പില്ലാത്ത കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു, മര്യാദയോട് പറയുന്നു പറഞ്ഞു. അപ്പോൾ സിസ്റ്ററിൻ്റെ ഇതിൻ്റെ പരിപാടിക്ക് പോയി വരുമ്പോൾ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അങ്ങനെ ക്യാൻറ്റീനിൽ മലയാളി പെൺകുട്ടിയെ നടത്തുന്നത്. അപ്പോൾ ഞാൻ ഈ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഇവിടെ വല്ല അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് ഇപ്പം പറഞ്ഞത് ഇങ്ങനെ മനസ്സിൽ തുടങ്ങി. ഞാൻ ചോദിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ വിളിക്കാട്ട ചേച്ചിയെന്നും പറഞ്ഞു. അങ്ങനെ പോകുന്നു. ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചിട്ട് അതൊക്കെ അറിയാം, പോകാൻ തയ്യാറായി തുടങ്ങി. അപ്പം ഞാൻ എന്ത് പട്ടിപ്പണിയിൽ ഞാൻ പോകാന്നുള്ളത്. ചേട്ടൻ UK-ലാണ്, പക്ഷെ അവനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അവൻ മനസ്സിലാക്കി ഞാൻ ഇന്നത് രക്ഷയില്ല, അപ്പോൾ ഇത് കിട്ടിയതിന് പോകാനേ പറഞ്ഞിട്ട് അങ്ങനെ ഇവൻ 40ാമത്തെ ആരാധന കഴിഞ്ഞ് വന്നപ്പോഴാണ് ഡിസംബർ 31 ഇവൻ വണ്ടി കയറി. അങ്ങനെ അവിടെ എത്തി. 2 മാസം ആവുന്നു. കുറച്ച് നിൽക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അവൻ പറയുന്നത് ഞാൻ അറിയണില്ല, എനിക്ക് അത് നീയല്ല നിന്നെ അവിടെ പിടിച്ച് നിർത്തിയിട്ടുള്ള ഒരു ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ഇനി നീ പ്രാർത്ഥിക്കുക, അവിടെ ഉറച്ചു നിൽക്കാനും. അങ്ങനെ
വലിയ 27 വയസ്സായി. 10 വർഷമാണ് വീട്ടിൽ കിടക്കുമ്പോൾ നമുക്ക് ചില്ലറ വേദനയല്ല ഞാൻ അനുഭവിച്ചത്. അങ്ങനെ വലിയ ഞാൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കീഹോൾ പോലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര വേദനയും കാല് നിലത്ത് വയ്ക്കാൻ പറ്റില്ല, നിറച്ച് നീരും, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഒക്കെ നടന്നിരുന്നു. പക്ഷേ ആലീസ് എനിക്ക് ഒരു ദൈവാനുഗ്രഹമുള്ളൊരു സാധനം തന്നു. അത് കൊണ്ടുവന്ന് ഇപ്പം ഞാൻ 22 ദിവസമുള്ള അത് തേച്ച് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം തുടങ്ങി ഈ സാധനം ഒരു തരിയില്ലാണ്ട് എൻ്റെ നീര് മുഴുവൻ പോയി. ഇപ്പം എനിക്ക് വളരെ ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര വണ്ണം വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പം കണ്ടവരൊക്കെ ഇവർക്കൊക്കെ അറിയാവുന്നതാണ്. ഇത് ഒരാൾ ഞങ്ങളുടെ അടുത്തുള്ളതാണ്, ഒരാൾ എന്നെ സഹായിക്കുന്ന ആളാണ്. അപ്പോൾ അവരൊക്കെ പറയും അനിച്ച് എന്തൊരു വേഗം കാലിങ്ങനെയായ. എനിക്കിപ്പോൾ കാലുമ്പോൾ മറ്റേത് നടക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര കനം പോലെയായിരുന്നു. കാല് വയ്ക്കുമ്പോൾ എടുത്ത് നീക്കി വെക്കണം. ഇവിടെ വിൻസെൻ്റ് പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് വാനിക്ക് പോവാം. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ ഭയങ്കര പാടാണ്. പിന്നെ പള്ളിയിൽ ചെന്ന് അവിടെ ശിശുമാർ എനിക്ക് ഇങ്ങനെ 2 കൈയുള്ള കസാരയിട്ടുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ നീങ്ങിയിട്ടൊക്കെ വേണം എണീക്കാൻ. അപ്പം എനിക്കങ്ങനെ എണീക്കണമെങ്കിൽ ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു ഇതുപോലെയുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് നടക്കുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു വീഴുമാവുന്നു. അതായത് കാലിന് ബലമില്ലാത്ത പോലെ, ഇങ്ങനെ ഒന്നും വയ്ക്കുമ്പോൾ ഇല്ലാത്ത പോലെ തോന്നുന്നു. അത് ഞാൻ ആലീസിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ആലീസ് പറഞ്ഞു ഇങ്ങനെ അത് നമുക്കൊന്ന് മാതാവിന് നന്ദി പറയാണ്ട് പറ്റില്ല ചേച്ചിന്ന് പറഞ്ഞു. ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ കുർബാനയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇരിക്കാനെ കുർബാന കണ്ട് ഇങ്ങനെ നിന്ന് നമ്മളിങ്ങനെ കണ്ണടച്ചൊക്കെ അങ്ങനെ നിൽക്കണമെങ്കിൽ ആ കുർബാനയിൽ എൻ്റെ ദിവസത്തെ ചുമരുമ്പോൾ ഇങ്ങനെ കളിയും ചിരിയും ഭയങ്കര കുട്ടികൾ ഒന്ന് വിചാരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ആ അച്ഛൻ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ വല്ലതും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നിട്ട് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ കൈയും കാലും ഇട്ടിട്ട് ഞങ്ങൾ ഡ്രസ്സുണ്ടോ അങ്ങനെയൊന്നും അറിയില്ല. വലിയ പോലെ കുറേ പേര് ഇങ്ങനെ നിന്നിട്ട് ആടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ സ്ഥലമല്ല, വല്ലപ്പോഴും ഒക്കെ. ജോസച്ചനാണിത്. എൻ്റെ രോഗാവസ്ഥയിലൊക്കെ വികാരിയച്ഛന് പറ്റാത്ത അവസരങ്ങളിലൊക്കെ ജോസച്ചനാണ് എന്നെ കുമ്പസാരിപ്പിക്കാനും കുർബാന തരാനും വന്നിരുന്നത്. ഈ അമ്മച്ചീനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? കുറേ നാൾക്ക് മുമ്പ് ഞാൻ ഈ അമ്മ കണ്ടത് സ്വർഗമാണോ എന്ന് ചോദിച്ചിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അദ്ദേഹം മരണത്തിൻ്റെ അവസ്ഥ കൂടെ ബോധമില്ലാതെ അവസ്ഥയിൽ ICUയിൽ കിടക്കുമ്പോൾ ഞാൻ കാണാൻ പോയിരുന്നു. അപ്പോൾ അമ്മച്ചി കാണുന്നത് എന്നെയല്ല, അമ്മച്ചി പറഞ്ഞ അവിടെ മാതാവ് വന്നിട്ടുണ്ടെന്നാണ്. എന്നിട്ട് പിന്നെ അമ്മ അതിൽ കിടന്ന് കണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, സ്വർഗമാണോ ഇതെന്ന്. ശരിക്കും വചനത്തോട് അധിഷ്ഠിതമായ കാര്യങ്ങളാണ് അനിയമ്മച്ചി കണ്ടിട്ടുള്ളത്. പക്ഷെ ആൾ പറയും ഇത് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ എനിക്ക് എന്നാണ് അനിയച്ചി പറയുക. ഇപ്പോൾ ആൾക്ക് ഒരു രോഗം വന്നതിൻ്റെ സാക്ഷിയാണ് ആൾ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴും കുർബാനയ്ക്ക് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഓരോ ദർശനങ്ങൾ ആൾ കാണുന്നുണ്ട്. അത് പുറത്ത് പറയില്ല, പക്ഷെ ഞാൻ പറഞ്ഞു അത് പറയണം, കാണുന്നതൊക്കെ പറയണം. അപ്പം മനുഷ്യരെന്താ പറയുന്നത്, മനുഷ്യരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ആനയിച്ച് കാണുന്നത് ആനയിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അത് മാലാഖമാരുടെ ദർശനമാണ് കാണുന്നത്. ഇത് വേറൊന്നുമല്ല, ജോയേൽ 2 പ്രവചനങ്ങൾ വാക്യങ്ങളാണ് പൂർത്തീകരിക്കുന്നത്. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, ദർശനങ്ങൾ കാണും എന്ന വചനം നമ്മൾ കണ്ടിട്ടില്ലേ? അത് ഈ അവസാന കാലത്ത് പ്രാവർത്തികമാക്കപ്പെടുന്നതാണ് നമ്മളീ കാണുന്നത്. എല്ലാ കാര്യങ്ങളിലും, ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഇത്രയും പ്രായമായിട്ടും 77 78 വയസ്സായിട്ടുണ്ടെങ്കിലും ഞാൻ പറയും ഒരു പവർഫുൾ ലേഡിയാണ് ഇദ്ദേഹം. എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാനും. കേൾക്കണോ ഒരു കൂത്ത്? ക്രിസ്മസ് അപ്പാപ്പൻ്റെയും ട്രീയുടെയും ഒക്കെ ആഘോഷങ്ങൾക്ക് മുൻകൈ എടുത്തത് ഈ അമ്മയാണ്. CMC കൂട്ടായ്മയിൽ ഞാനൊരിക്കൽ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാ സാധനവും ഉണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു വെറുതെ അല്ല കാലവേദന മാറാത്ത എന്ന്. അതേപോലെ ഓർക്കിഡിൻ്റെ ഒരു വലിയ കളക്ഷൻ, അതുപോലെ എല്ലാ മീനുകൾ, അതുപോലെ ബേഡ്സ് എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ വലിയ സാക്ഷിയാണ് ഈ പറയുന്നത്, സന്തോഷത്തോടു കൂടെ. പള്ളി ഇടവക അംഗമാണ് ഞാൻ. എൻ്റെ മോനെ വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയണം. ഇവിടെ മാതാവിൻ്റെ അടുത്ത് കുരുക്കിട്ട് പോയതിന് ശേഷം അവന് ഫ്രീ ഫയർ കളിയിൽ മുഴുകിയിരിക്കുന്ന ആളായിരുന്നു, അതിന് അഡിക്റ്റായിരുന്നു. ഭാഗ്യം അപ്പം അതിന് അടിമയാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരോടൊക്കെ ആൾ ഉപദേശിക്കുന്ന ആളായിരുന്നു. അതിനങ്ങനെ അഡിക്റ്റ് ആവുന്ന ആളൊന്നും അല്ലായിരുന്നു. പിന്നീട് എപ്പോഴോ അതിന് അഡിക്റ്റായി തീർന്നു. അപ്പം ഞാൻ അതിനെ ഒരുപാട് വേദനിച്ചിരുന്നു, അവൻ്റെ ഇതൊന്നും മാറി കിട്ടാനായിട്ട്. അതിനോട് കുരുക്കിട്ട് പ്രാർത്ഥിച്ചു. ഡെയിലി അതിന് കുർബാനയ്ക്കൊന്നും പോകാൻ എനിക്ക് പറ്റില്ല.
പറ്റണ ദിവസങ്ങളിൽ ഞാൻ ആ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കുർബാന ആരാധനയൊക്കെ പറ്റാവുന്നിടത്തോളം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതത് മാറി ശരിയായി. ഒരു നമ്മൾ ആ പിള്ളേരുടെ അടുത്ത്, ആ പ്രായത്തിലുള്ള പിള്ളേരുടെ അടുത്ത് നമ്മൾ അവരോട് കൂടുതൽ പറയുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ പൂർണ്ണമായിട്ട് എഫക്റ്റ് ആവും. അത്രയും സ്വർഗമൊരുക്കിയ സ്വർണ്ണാലയമേ, സിദ്ധാവിനാലയമേ, ആദിക്കും ദൈവത്തെ പാലുട്ടി താരാട്ടു പാടിയ പുണ്യതായേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. സ്വർഗ്ഗവും ഭൂമിയും കൊട്ടി വിളക്കും യാക്കോബിൻ കാവണി നീ, കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷകൻ നമ്മയും നീ. സ്വർഗവും ഭൂമിയും കൊത്തി വിളക്കും യാക്കോബിൻ കോവണി നീ, കർത്താവിൻ ദാസി ഞാൻ എന്നൊരു വാക്കിനാൽ രക്ഷകൻ നമ്മയും നീ.